അഭിലാഷ് പ്ലാവടിയിലും അനിയനും ഒരു കനാലിലെ വെള്ളം വരാൻ വേണ്ടി കാത്തിരിക്കുന്നതും അതിൽ ചാടാനും അതിന്ന് ഫുഡ് കഴിക്കാനൊക്കെ അതില് സന്തോഷം കണ്ടെത്തുന്ന ഒരു പാവം ചേട്ടൻ അനിയനും. എടാ, നമ്മുടെ ജീവിതത്തില് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കാനും അതിന് നന്ദി പ്രകടിപ്പിക്കാനും കഴിഞ്ഞാൽ എന്ത് അടിപൊളി ലൈഫായിരിക്കില്ലേ നമ്മളെ. ഈ അഭിലാഷിനെയും അനിയനെയും പോലത്തെ ആളുകളെ കാണുമ്പോൾ നമുക്കൊക്കെ ചോദിക്കാൻ തോന്നുന്നൊരു ചോദ്യമുണ്ട്: എന്താണ് എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിരിക്കാനുള്ള കാരണം? അതിന് ഓരെന്നെ പറയുന്ന ഒരു മറുപടി ഉണ്ട്: ഇന്നലകളിലെ നമ്മളെ അലട്ടുന്ന ഓർമ്മകളെ കുറിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക, പറച്ചോനെ നാളെ എന്താവുന്നുള്ളൊരു ബേജാറുണ്ടല്ലോ, അത് ഒഴിവാക്കുക. ഇതിന്റെ രണ്ടിന്റെ ഇടയില് ഇന്നത്തെ ഒരു ദിവസല്ലേ, ഇത് നല്ല സന്തോഷത്തോടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ആസ്വദിച്ച് ജീവിക്കുക. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുമ്പോ ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ ഇനി വളരെ കുറഞ്ഞ സമയമുള്ളൂ. പത്തിരിയും ബീഫും സമൂസയും, ഔ ഇന്നിനി സന്തോഷിക്കാൻ വേറെന്താ വേണ്ടേ? അതേപോലെ ഈ പരിശുദ്ധമായ റമദാനില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സന്തോഷിക്കാണ്ട്. പള്ളിയിൽ ഇത്തികാഫിരിക്കുക, അല്പനേരം ഖുർആൻ ഓതുക, ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കുക. അങ്ങനെ സഹായിക്കുമ്പോ അവരെ മുഖത്ത് കാണുന്ന പുഞ്ചിരി അതൊക്കെ ആസ്വദിക്കുക. ഇതൊക്കെ തന്നെയാണ് ഈ സന്തോഷിക്കാനുള്ള കാരണങ്ങളൊക്കെ. പിന്നെ ചില ആളുകളൊക്കെ പറയാറുണ്ട്, എന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ വന്നാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ, സന്തോഷിക്കുള്ളൂ. അവരൊക്കെ എപ്പോഴെങ്കിലും ഹാപ്പി ആവുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മൊമെന്റുകള് ആസ്വദിക്കാനും അതില് സന്തോഷം കണ്ടെത്താനും ശ്രമിക്കുകയും അത് നമ്മൾ ആ കിട്ടിയ സന്തോഷത്തില് പടച്ചോനോട് നന്ദി പറയാനും ആരോടൊരു വെറുപ്പും വിദ്വേഷം അല്ലാത്ത എല്ലാവരും സ്നേഹിക്കാനുള്ള ഒരു മനസ്സും നമുക്കുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. ശരിയല്ലേ?